രാവിലെ 6:30 മണിക്ക് മജുർപ്പള്ള സ്റ്റാൻഡിൽ ഞാൻ ഉണ്ടായി. ഒരേ വണ്ടി ഉണ്ടായി, മറ്റുള്ള വണ്ടിക്ക് റോട്ടം പോയിട്ടുണ്ടായി. അപ്പോൾ 6:30 മണിക്ക് അതിൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞ് ദിവസം കടിക്ക് വാടക എത്ര പറഞ്ഞിട്ട് ഇതേ ആൾ തന്നെ. അപ്പോൾ തന്നെ ഇന്ന് രാവിലെ അപ്പോൾ പറഞ്ഞ് 150 രൂപ എന്ന് പറഞ്ഞ്. അപ്പോൾ ദിവസം കടിക്ക് വിടുമെന്ന് പറഞ്ഞ്. ദിവസം കടിയിൽ ഇറങ്ങും, ഞാൻ ആടെ ഇറക്കണം പറഞ്ഞു. അപ്പോൾ മംഗലം സ്റ്റോപ്പ് എവിടെയെന്ന് വെച്ചു. അപ്പോൾ ആടെ വണ്ടിയിട്ട് ഇറക്കി ആണെങ്കിൽ 200 രൂപ തന്ന് ഞാൻ 20 തിരിച്ചു കൊടുത്ത് ഞാൻ നേരെ വന്ന് നടന്നു. അത്രേ ഉള്ളൂ. മഞ്ച് വസങ്കടി ജംഗ്ഷനിലേക്ക് വസങ്കടി അവിടെ നിന്ന് മംഗലപുരം വന്ന് ബസ് എവിടെ സ്റ്റോപ്പ് എന്ന് വെച്ച്. അപ്പോൾ അവിടെ കൊണ്ടിട്ട് ഇറക്കി ഞാൻ വന്നു. അതാണ്. ഒന്നും അറിയില്ല. ഈ പ്രതിയുടെ വേഷമൊക്കെ അപ്പം എങ്ങനെ? ഒരു ചോപ്പ് ടീഷർട്ടും ഒരു ബ്ലാക്ക് പാൻറ്റും തോന്നുന്നു. ടീഷർട്ട് ഞാൻ ശ്രദ്ധിച്ചിന്, പാൻറ്റൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തെങ്കിലും അസ്വാഭാവികത തോന്നി? ഒന്നുമില്ല. ഒരക്ഷരം ഞാനും സംസാരിച്ചിട്ട് ആളും സംസാരിച്ചില്ല. ഞാൻ ആദ്യമായിട്ടും കാണുന്നുള്ളൂ അയാളാ, ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇതിനൊക്കെ ചോദിക്കേണ്ട ഇതില്ലല്ലേ. ബസ്സാണെന്ന് പറയുമ്പോൾ ദിവസങ്ങളിൽ ഇറക്കിയാണ് അത്ര തന്നെ. ഞങ്ങളെ വീട്ടിലേക്കാണ് രാവിലെ വന്നത്. ഒരു 6 മണി 5:30 മണിയാകുമ്പോൾ സമയത്തേക്കാണ് വന്നത്. വന്നിട്ട് ഇങ്ങനെ ഒച്ച കേട്ടിട്ടാണ് എൻ്റെ ഉമ്മയും എഴുന്നേറ്റ് വന്ന് വിളിച്ചത് എന്നെ. അങ്ങനെ വന്നിട്ട് ഇവിടെ നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരവസ്ഥ കാണുന്നത്. പിന്നീട് പോലീസിനെ വിളിച്ചിട്ട് സംഭവം പറഞ്ഞു. അതാണ്. ഞങ്ങൾ പറഞ്ഞു. അതന്നെ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്, കൊല്ലാൻ നോക്കുന്നു. അവരെ രാത്രി 1 മണി. ഇല്ല, അമ്മനെ കാണുന്നില്ല. അതന്നെ അവർ പറഞ്ഞത് വന്നിട്ട് അമ്മനെ കാണുന്നില്ല. ഒന്ന് അമ്മ എവിടെ ഉണ്ടോന്നൊന്ന് നോക്കാൻ പറ്റുമെന്ന്. വീട് ലോക്കായിരുന്നു. പിന്നെ വീട് പൊളിക്കാൻ നമുക്ക് പോലീസ് ഇല്ലാതെ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചത്.